ോട് ഉപമിക്കുന്ന അതിന്റെ രാഷ്ട്രീയ ശരികേടുകളിലേക്ക് ഞാൻ കടക്കത്തില്ല. ഈ പർട്ടിക്കുലർ പ്രസംഗം, ഇപ്പോൾ വിവാദമായിരിക്കുന്ന 55 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഈ പ്രസംഗം വാസ്തവത്തിൽ സംപ്രേഷണം ചെയ്തത് കേട്ട ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എന്താണ് മണി പറഞ്ഞത് എന്ന് നമുക്കെല്ലാം വ്യക്തമായിരുന്നു. അത് പെമ്പിളെ ഒരുമൈ സമരത്തെ ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കുന്ന അത് സമരക്കാരെ ഉൾപ്പെടെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ പിന്നീട് അതിന്റെ മുഴുവൻ വേർഷൻ പുറത്തു വന്നപ്പോൾ ശ്രീ മണി പ്രസംഗിച്ചത് മുഴുവൻ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടാണെന്നും മാധ്യമപ്രവർത്തകർ ഓരോ കാലഘട്ടത്തിലും നടത്തിയ മദ്യപാനവും അവിടെ നടത്തിയ മറ്റു തോന്നിവാസങ്ങളും മണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാട്ടിൽ പോയി മറ്റേ പണിയും എല്ലാ പണിയും ഞാനത് ഇവിടെ പറയുന്നില്ല എന്നതുവരെ പറഞ്ഞു വെക്കുന്ന മണിയുടെ ഭാഷയിൽ അശ്ലീലപരമായ സംഗതികളാണ് അവിടെ നടന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള പ്രസംഗമായിരുന്നു ശ്രീ മണി നടത്തിയത്. നമുക്കറിയാം, മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന അധികാരം, അറിയാനുള്ള അവകാശം, അറിയാനുള്ള അവകാശമാണ് ശ്രീ വേണുവിന്റെ ജോലി, അതിന്റെ അധികാരം. മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അതിന്റെ ഒരു പോർഷൻ എടുത്ത് അതിന്റെ അർത്ഥവ്യത്യാസം വരുന്ന തരത്തിൽ പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്തു എന്ന് ഞാൻ ഇന്ന് അതിന്റെ മുഴുവൻ വേർഷൻ കാണുമ്പോൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മണി ഉദ്ദേശിച്ചത് അതല്ല എങ്കിൽ പോലും ഈ സ്ത്രീവിരുദ്ധ എം എം മണിയോട് മാധ്യമങ്ങൾ ചെയ്തത് അനീതിയാണ് എന്ന് ഞാൻ ഉറച്ചു പറയും. അതുകൊണ്ട് ശ്രീ എം എം മണി നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധമല്ലാതാവുന്നില്ല. ഇന്നലെ പല ചാനലുകളിലും ശ്രീമതി ഗോമതി സംസാരിച്ചതനുസരിച്ച് അവരെ വേശ്യയെന്ന് വിളിച്ചുവെന്നും അവരെ അപമാനിച്ചുവെന്നും മറ്റും പലതും അവർ പറഞ്ഞു കേട്ടു. അങ്ങനെയൊന്നും മണി സംസാരിച്ചതായി ആ വീഡിയോയിൽ നിന്ന് കാണാൻ കഴിയില്ല.